എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മിയോങ്ഡോങ് ഏരിയയിലുള്ള ലോക്കൽ ഫുഡിൻ്റെ മാർക്കറ്റാണ്. കൊറിയ ജപ്പാൻ ടൂറിൻ്റെ 5ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഏരിയ മുഴുവൻ ലോക്കൽ ഫുഡുകളാണ്. ഇതൊന്ന് കണ്ടു നോക്കൂ, എന്ത് രസമാണത്. വളരെ സ്വാദിഷ്ടമായ ഭക്ഷണമാണ്. ഈ തൂക്കിയിരിക്കുന്നത് പലതരം ആപ്പിളുകളാണ്. പലതരം മീനുകൾ, ക്രാബ്, ഓയിസ്റ്റർ, എഗ്ഗ്, അങ്ങനെ എന്ന് വേണ്ട എന്തൊക്കെ തരം ഭക്ഷണങ്ങളുണ്ടോ അതെല്ലാം ഇവിടെ ലോക്കൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. മിക്കവാറും നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളാണ് ഉള്ളത്. നോക്കൂ, ഇത് ഗാർലിക് ബ്രെഡാണ്. പലതരം ഫിഷുകളുണ്ട്. സോസേജുകൾ. ഓരോന്നിൻ്റെയും വില 4000 വോൺ, 5000 വോൺ, 10,000 വോൺ എന്നാണ്. ആയിരം വോൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റുപ്പി ഏകദേശം 160 രൂപയോളം വരും. മസാലകളൊന്നും അധികം ഇല്ലാത്ത വിഭവങ്ങളാണ് കണ്ടത്. ഫിഷ്, പോർക്ക്, ഓയിസ്റ്റർ, ലാമ്പ് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ് കൂടുതലും കണ്ടത്. എഗ് ബ്രെഡ് നല്ല സ്വാദിഷ്ടമായിരുന്നു. മാർഷ്മെലോ ഐസ്ക്രീമാണത്. കെ ഫുഡ് എന്ന് പറഞ്ഞാൽ കൊറിയൻ ഫുഡ് എന്നാണ് അർത്ഥം. നോക്കൂ, അതെല്ലാം ഉണ്ടാക്കുന്നൊരു വിധം നോക്കൂ. തീയെല്ലാം എത്ര ആളി കത്തിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. മീനുകളുടെ ഉള്ളിൽ പലതരം മസാലകൾ ഫില്ല് ചെയ്തിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. ചിലതെല്ലാം കണ്ടാൽ നമുക്ക് എന്താണെന്ന് തന്നെ മനസ്സിലാവുന്നില്ല. കൊറിയൻ ഭാഷയിലാണ് എഴുതി വച്ചിരിക്കുന്നത്. ഫിഷ് കൊണ്ടുണ്ടാക്കിയ കേക്കെല്ലാം കണ്ടു. പലതരം ജാക്കറ്റുകളും മറ്റും ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ചെമ്മീൻ ഗ്രിൽ ചെയ്തതാണ് ഈ വെച്ചിരിക്കുന്നത്. ഫ്രൂട്ട് ജ്യൂസിൻ്റെ കടകളും ഇതിനിടയിലുണ്ട്. പലതരം സ്ട്രോബെറികളുണ്ട്. ഇത് പോപ്കോണിൻ്റെ ഒരു കടയാണ്. പോപ്കോൺ വേവിച്ച് ഗ്രിൽ ചെയ്ത്
അതിൽ കുരുമുളകും ഉപ്പും മസാലപ്പൊടിയും ചീസും എല്ലാം തേച്ചുണ്ടാക്കുന്ന ഒരു ഐറ്റം കണ്ടു. വളരെ നന്നായിട്ടുണ്ട്. ഞങ്ങളത് വാങ്ങിച്ച് കഴിച്ചു നോക്കി. $6000 അതിൻ്റെ വില. കഷ്ടിച്ച് 350 രൂപയോളം വരും ഇന്ത്യൻ റുപ്പി. Is this powder? Oh. ഈ സ്വാദിഷ്ടമായ ഭക്ഷണങ്ങളെല്ലാം കഴിക്കാൻ ധാരാളം സഞ്ചാരികൾ എത്തുന്നുണ്ട്. ബേബി ഒക്ടോപ്പസ് എല്ലാം ഉണ്ട് അവിടെ. ഇത് സ്ട്രോബെറി പഞ്ചസാര പാവിൽ മുക്കിയിട്ടുള്ള ഒരു ഭക്ഷണമാണ്. ഇതിനടുത്തായി തന്നെ സാധാരണ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സും ഉണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ബെൽ ഐക്കോൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.